Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം മുട്ട സർക്കയുടെ റെസിപ്പിയാണ്. ഈസിയാണ് കേട്ടോ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കറിയില്ല കേട്ടോ മറ്റെവിടെയൊക്കെ ഈ ഒരു റെസിപ്പി ഉള്ളത് എന്നുള്ള. മലബാർ ഏരിയയിൽ എല്ലാവരും ഉണ്ട് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ നാട്ടിലൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷൻസിനും ഒഴിച്ചുവിടാൻ പറ്റാതെ, പ്രത്യേകിച്ച് പുയ്യാപ്പിള സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മുട്ട സിർക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ. അതുപോലെ തന്നെ നമ്മുടെ 4ാമത്തെ ഗീവ് അവേൻ്റെ ക്വസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കുക. നമ്മൾ നോർമലി ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സെയിം പച്ചരി തന്നെ. അതുപോലെ തന്നെ അരക്കപ്പ് അളവിൽ ജീരകശാല അരി ഉണ്ടല്ലോ, നമ്മുടെ നേരിയ അരി എന്ന് പറയില്ല, നെയ്ച്ചോറൊക്കെ വെക്കുന്ന ആ ഒരു നല്ല സ്മെല്ലുള്ള ആ ഒരു അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1 കപ്പ് അരി ആണ് കേട്ടോ ഞാനിവിടെ മുട്ട സിർക്കയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അഥവാ നിങ്ങൾക്ക് നേരിയ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ പച്ചരി തന്നെ വെച്ചിട്ടും ചെയ്യുക. പക്ഷെ പലരും പല രീതിയിലാണ് കേട്ടോ ഈ ഒരു മുട്ട സിർക്ക ചെയ്യുന്നത്. നിങ്ങൾ യൂട്യൂബിൽ തന്നെ പല റെസിപ്പീസും കാണാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരിക്കലും ഫ്ലോപ്പായില്ല, നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഞാൻ ഇത് കഴുകിയെടുത്തിട്ട് വരാം. ഇതായിപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു 3.5-4 മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അരി ഏതാണ്ട് ഒരു 3.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ആ വെള്ളം കളഞ്ഞിട്ട്, പിന്നീട് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, ആ വെള്ളം കളഞ്ഞിട്ട് ഡയറക്റ്റ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ട സിർക്കയിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റമാണ് മുട്ട. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയല്ല എടുത്തിട്ടില്ല, അതുകൊണ്ട് 2 മുട്ട ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 മുട്ട വേണ്ടെങ്കിലും ചേർക്കാം, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് വരുന്നത് 2 മുട്ട ചേർക്കുമ്പോഴാണ്. അതുപോലെ തന്നെ മുട്ട സിർക്ക എന്നല്ലേ ഇതിൻ്റെ പേര്, അതുകൊണ്ട് മുട്ട നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഐറ്റത്തിൽ വേണം. ഈ സുർക്ക എങ്ങനെ പേര് വന്നിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അടുത്തത് നമുക്കിതിലേക്ക് 1/2 കപ്പിൽ താഴെയായിട്ട് ചോറ് ചേർത്ത് കൊടുക്കുക. അതായത് 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ മിഡിലായിട്ടാണ് കേട്ടോ ചോറ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് ചോറ് ഓവർ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പറ്റില്ല വരും, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട സിർക്ക റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ അത്രയേ പാടുള്ളൂ. കാരണം നമുക്കിത് ടൈറ്റായിട്ടാണ് മാവ് അരച്ചെടുക്കേണ്ടത്. ഇനി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മാവ് ഞാൻ നന്നായിട്ട് അരച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, മാവിൻ്റെ തിക്നെസ് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരച്ചെടുക്കുമല്ലോ, അതിലും കുറച്ച് ലൂസായിട്ട്, ഒരു പൊടിക്ക് ലൂസായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, ഏതാണ്ട് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്ത് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനൊന്നും കറക്റ്റ് ഒരു അളവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ താല്പര്യമുള്ളത്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഇത് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് പ്ലെയിനായിട്ട് ചുട്ടെടുക്കാൻ താല്പര്യമാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ഇപ്പോൾ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ സ്പൂണായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. സൈസ് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് ചുട്ടെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പമുള്ള സ്പൂണിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ടു ഹൈ, മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഇത് പൊങ്ങി വരുന്ന കണ്ടില്ലേ. ഈ ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വീണ്ടും പൊങ്ങി വരും. ഇങ്ങനെ നല്ലതുപോലെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ലോ ടു മീഡിയത്തിലാക്കിയിട്ട് ഫ്ലെയിം വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഉള്ളു കുറച്ച് സമയമൊന്നും വേവണമല്ലോ, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ. അപ്പോൾ ഇതുപോലെ എണ്ണ നന്നായിട്ട് തൂവി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക.
അപ്പോൾ ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് മൊരിച്ചെടുക്കുന്നത് നിങ്ങളെ താല്പര്യമാണ് കേട്ടോ. ഓവർ മൊരിഞ്ഞെടുക്കേണ്ടിക്ക് അങ്ങനെ എടുക്കുക, ചെറിയൊരു ലൈറ്റ് കളറിലാൻ വേണ്ടിക്ക് അങ്ങനെ എടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് കണ്ടില്ല, നമ്മുടെ ക്യാരറ്റും പച്ചമുളകൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലല്ലേ, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മാവൊക്കെ അരച്ചെടുക്കണം, എങ്കിലേ ഈ ഒരു രീതിക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ മുട്ട സുർക്ക ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കുഴിയുള്ള പാത്രം എടുക്കണം. നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ടൈപ്പ് നടുവേ കുഴി ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വേണം ചുട്ടെടുക്കുക, എങ്കിലേ നല്ല നല്ല മൊഞ്ച് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു മുട്ട സുർക്കൻ്റെ സെയിം ഷേപ്പ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് പിന്നെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മുട്ട സുർക്ക സിമ്പിളല്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിവ് അവേൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഞാൻ മുട്ട സുർക്കയിൽ ഉപ്പിട്ട് കൊടുത്തത് എപ്പോഴാണ്? ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ മാവ് അരക്കുന്നതിന് മുമ്പേ മിക്സിയുടെ ജാറിലാണ് ഉപ്പിട്ട് കൊടുത്തത്, അല്ലെങ്കിൽ മാവ് അരച്ചതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തത്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. എനിക്ക് മെയിൽ വഴിയൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മളിട്ട കമൻസ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആരും ടെൻഷൻ ആവേണ്ട, നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെനിക്ക് മാത്രമേ കാണുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിവ് അവേ ചെയ്ത സമയത്ത് ഞാൻ കമൻറ്റ് ഹൈഡ് ചെയ്യാതെ ഡയറക്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് പേര് വീഡിയോ കാണാതെ ഒരാളുടെ കമൻറ്റ് കോപ്പി ചെയ്തിട്ട് തന്നെ ഇട്ടതായിട്ട് നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇടണ്ടെന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ കമൻറ്റ് കോപ്പി ചെയ്തിട്ട് ആരും ഇടാതെ വീഡിയോ കണ്ടിട്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരുടെ കമൻറ്റ് ഡിലീറ്റ് ഒന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ, ഡയറക്റ്റ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് പുതിയ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പബ്ലിക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പിൻഡ് കമന്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് പേർക്ക് സംശയം വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട സുർക്ക മുഴുവനും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഏതാണ്ട് 8-9 ആ റേഞ്ചിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ല ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫ്, ചിക്കൻ, അങ്ങനെ ഏത് ടൈപ്പ് എന്തും നമുക്ക് മാച്ച് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് പെപ്പർ ചിക്കനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പെപ്പർ ചിക്കൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്